ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് സാമ്പാറും അതുപോലെ തന്നെ കുറച്ച് അവിയൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയത്തിയും രണ്ട് കുട്ടികളാണ് അനിയത്തിക്ക്, അവർ വിരുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അനിയത്തി കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കണം. ഞാനാണെങ്കിലോ പിന്നെ അടിച്ചൊരു തുടക്കാനും നിന്ന് ഓൾ ഇതേപോലത്തെ ഓരോ പണികളും തയ്യാറാക്കിട്ടോ. അപ്പോൾ എന്ത് ചോദിച്ചാൽ നമുക്ക് എന്ന് ഇറച്ചി മീനായാലും രസം ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിന്ന് സാമ്പാറും പിന്നെ അവിയലും ഒക്കെ ആക്കാം. പിന്നെ മുട്ട ഉണ്ട്, ഉണക്കമീനും ഉണ്ട്. ഓക്കാണെങ്കിൽ ഉണക്കൽ മീനില്ലേ തള, അതാണ് ഓക്ക് ഇഷ്ടം. അപ്പോൾ ഓക്ക് അത് മതിയായിരുന്നു. അങ്ങനെ അതും ഇതാക്കിട്ടോ. പിന്നെ ഇതാക്കണ്. അപ്പോൾ പച്ചക്കറികളൊക്കെ നല്ലോണം ഞങ്ങൾ പിന്നെ ഉടനെ നുറുക്കി കഴുകുകയാണ്. എനിക്ക് പിന്നെ ഉണ്ടാക്കാനൊന്നും മടിയില്ല കേട്ടോ. ഞാൻ പിന്നെ തിന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര മടിച്ചാണ് ഞാൻ. അപ്പോൾ ഇതാ ഒക്കെ എല്ലാതും ഉണ്ടാക്കിട്ടോ. ഇപ്പോൾ ഒരു ചെമ്പട്ടിയാണ് കേട്ടോ, ചെമ്പട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുപ്പത്ത് വെച്ചപ്പോൾ അത് എന്തായി ഒന്നുകൂടി ചൂടായി വന്നിരിക്കണം കേട്ടോ. അപ്പോൾ അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ കഴുകി വെച്ച എല്ലാ പച്ചക്കറികളും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഓള് എങ്ങനെയാണ് വെക്കണമെന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ ഓരോ പണിയിലായിരുന്നല്ലോ. അപ്പോൾ ഓളെ കുട്ടിയാണ് ഈ വീഡിയോ എടുത്തു കൊടുക്കുന്നത്, ഓളാണിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒക്കെ എല്ലാ പച്ചക്കറി ആ വെളിച്ചെണ്ണയ്ക്ക് തന്നെ ഓൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിക്കണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ മോഡലാണല്ലോ അല്ലേ വെപ്പ്. പച്ചമുളകുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, നടുവിൽ ഇങ്ങനെ കീറിയിട്ട് പച്ചമുളകുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓള് പറയണൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പറയണത് ഇടണ്ടെന്ന് പറഞ്ഞു കേട്ടോ. മാത്രമല്ല കുട്ടികളെ സൗണ്ടും പിന്നെ എൻ്റെ മോളെ കയ്യിൽ ഫോണുണ്ടായിന്, ആ ഫോണിൽ അപ്പോൾ പറയണതും പാടുന്നതൊക്കെ ഇതിലിങ്ങനെ കേൾക്കല്ലേ. ആവശ്യത്തിനില്ല ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിൻ്റെയും പച്ചമുളകും ഉപ്പൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്, അതും ഇട്ട് കൊടുത്തേക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചൊക്കെ വേണമല്ലോ അല്ലേ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓണത്തിനൊക്കെ എല്ലാവരും ഉണ്ടാക്കില്ലേ ഈ ഒരു സംഭവങ്ങൾ. അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയും ഒരു രക്ഷയിൽ അടിപൊളിയായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ലോണം ഓളിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അത്രയും സാധനങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കിയിരിക്കണം കേട്ടോ. ഒരു കോരി വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. പലരും പല വിധത്തിലല്ലേ ഉണ്ടാക്കുക. അപ്പോൾ അവളുണ്ടാക്കൽ ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം അത് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുകയാണ്. 5 മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം അടപ്പ് തുറന്നിട്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് അതിലേക്കുള്ള അരപ്പുകളൊക്കെ തയ്യാറാക്കുക. അപ്പോഴാണ് കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുകയാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് സിമ്മിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുകയാണ്. നാളികേരം ഇട്ട് കൊടുത്തു ആദ്യം തന്നെ. അപ്പോൾ ഒരു തേങ്ങൻ്റെ മുറി ഫുള്ളെടുത്തിട്ടില്ല, ഇട്ട് കൊടുത്ത്. ജീരകമല്ലേ, ചെറിയ ജീരകം തോന്നുന്നുണ്ട് ഇട്ടെടുത്ത്. പച്ചമുളക്, ചെറിയുള്ളി ഒക്കെ ഇട്ട് കൊടുത്ത്, കറിവേപ്പിൻ്റെ ഇല അങ്ങനെ എല്ലാതും ഇട്ട് കൊടുത്തുകൊണ്ട് അതങ്ങോട്ട് അരച്ചെടുത്തു കേട്ടോ. അതങ്ങോട്ട് അരച്ചെടുത്തപ്പോൾ ഇങ്ങനെ ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നാണ് ആ ഒരു അരച്ചെടുത്ത അരപ്പൊന്ന് ഒഴിച്ച് കൊടുക്കണത്. ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നല്ലോണം ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് വീണ്ടും അതൊന്ന് തുറന്ന് നോക്കിയാണ്ടാണ് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ടോ. പിന്നെ വീണ്ടും തുറന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു അരച്ചതിൻ്റെ മുന്നേ തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തൈര് കുറച്ച് തോനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ട തൈരാണ്. കട്ട തൈര് ആകുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക, പിന്നെ പുളി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ തൈര് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സാമ്പാർക്കുള്ള അപ്പോൾ നാളികേരം വറുക്കുന്നുണ്ട്. സാമ്പാറും വെച്ചേക്കണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ സാമ്പാർക്കുള്ള നാളികേരം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി
ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നാളികേരം ഒന്നങ്ങോട്ട് വറുത്തെടുക്കണത്. അപ്പോൾ ഓൾക്ക് ഇതിനൊന്നും ഒരു പണിയില്ല കേട്ടോ. ഓൾ വിചാരിച്ച എളുപ്പമുണ്ട്, എല്ലാം പെട്ടെന്ന് എടുക്കും. ഇവിടെ വരുമ്പോൾ അങ്ങനെ തന്നെ അടങ്ങിയിരിക്കൂല. ഏട്ടത്തി ആയാലും അങ്ങനെ തന്നെ, അഞ്ചത്തി ആയാലും അങ്ങനെ തന്നെ കേട്ടോ. ഞങ്ങളെ പേരേക്ക് സ്വന്തം പേരേക്ക് ഞങ്ങൾ പോയാലും അങ്ങനെ തന്നെയാണ്. ഓള് പണിയെടുക്കും നല്ലോണമൊക്കെ, മടിയൊന്നുമില്ല. എല്ലാ പണിയും തരം കഴിഞ്ഞിട്ടുള്ളൂ ഓളൊന്ന് ഇരിക്കുക. അപ്പോഴേ ഫോണൊക്കെ നോക്കുള്ളൂ കേട്ടോ. ഞാനൊക്കെ നേരെ തിരിച്ചാണ്. എൻ്റെ ഫോണുമത്തെ നോക്കാമല്ലോ നോക്കി വീഡിയോ എഡിറ്റ് ചെയ്ത് ചാറ്റ് ചെയ്യാമല്ലോ അതൊക്കെ ചാറ്റ് ചെയ്ത് അയ്യമ്മോല് മോന് മെസ്സേജ് ഇട്ടിരിക്കണം, വിളിച്ചൊക്കെ ചെയ്തിരിക്കണേ. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഡോളർ എത്ര കയറിയിരിക്കണേ നോക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുട്ടീനെ അംഗൻവാടിയിട്ട് വന്നാൽ അതൊക്കെ നോക്കൂട്ടോ. എന്നിട്ടാണ് ഞാൻ എൻ്റെ അടിച്ചോരി തുടക്കലൊക്കെ അംഗൻവാടിക്കാക്കി വന്നാൽ പിന്നെ എൻ്റെ അടിച്ചോരി തുടക്കൽ തിരുമ്പിക്കുളിയൊക്കെ കഴിയുമ്പോഴേക്കും അവളെ കൊണ്ടുവരാനാവുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചൂടാറാൻ വേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പിന്നെ തൈര് ഒഴിച്ച് പിന്നെ അതിക്ക് നമ്മളെ അരച്ചെടുത്ത ഒന്നിട്ട് ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ചതച്ചെടുത്ത നാളികേരം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ട്രൈപ്പോഡ് കേടെന്നിക്കണം, പുതിയത് വാങ്ങണം. അപ്പോൾ ഞങ്ങൾ നിബൂസാണ് കേട്ടോ അത് പൊടിച്ചെടുക്കുന്നത്. ഓർക്കൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുകയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നിബൂന് കേട്ടോ. അപ്പോൾ അവൻ്റെ എപ്പോഴും പറയും അവനോട് എപ്പോഴും എനിക്കൊരു ചാനൽ ഉണ്ടാക്കി നിബൂസേ എന്ന് പറയും അവനോട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അല്ലേ. നമ്മുടെ ഹസ്ബൻഡിനും നല്ല ഇഷ്ടമാണ് കേട്ടോ ചാനലൊക്കെ. പിന്നെ ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇതാക്കണ് അരപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കുകയാണ്. നല്ലോണം എന്നിട്ട് ഇളക്കിയിട്ട് കുക്കറിലാണ് ഇപ്പോൾ ഇതൊക്കെ നല്ല ഉടഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുക്കറിൽ വെക്കാഞ്ഞത്. ഓളിങ്ങനെ ചെമ്പട്ടിയിൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ചെമ്പട്ടി തന്നെ ആക്കിയപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തു. ഉപ്പുണ്ടോ നോക്കിയപ്പോൾ കുറച്ച് കമ്മി തോന്നിയപ്പോൾ കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതാക്കണ് നല്ലൊരു എന്താ പറയുക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ ഓണത്തിന് തയ്യാറാക്കിക്കൊണ്ട് കേട്ടോ എല്ലാവരും. കാരണം നല്ലൊരു ടേസ്റ്റുമാണ്, നല്ലൊരു സ്മെല്ലും, കാണാൻ തന്നെ ഒരു രസമാണ്. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ചും കൂടെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ പച്ച വെളിച്ചെണ്ണ ഒന്ന് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഓ എന്താ ടേസ്റ്റ് എന്നോ. നമുക്ക് ചോറൊന്നും വേണ്ടത് വെറുതെ നമ്മൾ തിന്നങ്ങനെ ഇരിക്കും, അത്രക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് തയ്യാറായിട്ടുണ്ട്. അതിന് അടച്ച് വെക്കുകയാണ്. നമ്മളെ സാമ്പാർക്കുള്ള കുക്കർക്ക് പരിപ്പ് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച വെണ്ടക്ക, ഉള്ളി, കിഴങ്ങ്, അതേപോലെ തന്നെ ഒരു ചേമ്പിൻ്റെ കഷ്ണം, മുരിങ്ങാക്കായ്, കായ, പിന്നെ പച്ചക്കായ, അങ്ങനെ വഴുതനങ്ങൻ്റെ ഒരു കഷ്ണം, അങ്ങനെയൊക്കെ പാടെല്ലാതും, മത്തൻ്റെ ഒരു കഷ്ണം, കുമ്പളങ്ങൻ്റെ ഒരു കഷ്ണം, വെള്ളരിക്കൻ്റെ ഒരു കഷ്ണം, അങ്ങനെ എല്ലാം പാടെ 2 പച്ചമുളകും കീറിയാണ്ട് അതും ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ഐറ്റംസുകൾ ഇടാം. പിന്നെ എന്താ വെച്ചാൽ ഇതിലേക്കുള്ള പിന്നെ നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ ആ നാളികേരം നരച്ചെടുക്കാനുള്ള. അപ്പോൾ ഇതാക്കണ് മുളക് പൊടി ഇട്ട് കൊടുത്തു ഇതിലേക്ക്. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പെരുംജീരകപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഇട്ട് കൊടുത്ത സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് പറയണത് കേട്ടോ. കാരണം നമ്മൾ കാണുകയാണല്ലോ, കാണുമ്പോൾ പിന്നെ അങ്ങോട്ട് പറയല്ലേ. അപ്പോൾ ഈ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടവൾ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് പിന്നെ ഇത് അടച്ച് വേവിച്ചെടുക്കണത്. എനിക്കാണെങ്കിൽ അവിയലിനാറ് ഇഷ്ടം സാമ്പാറാണ് കേട്ടോ. സാമ്പാർ ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം സ്കൂളില്ലാത്തത് കാരണം അങ്ങനെ വന്നതായിരുന്നു കേട്ടോ. പിറ്റേന്ന് തന്നെ പോവുകയും ചെയ്തു. വന്നാൽ പിന്നെ അങ്ങനെയാണ്, ജ്യേഷ്ഠത്തിൽ വന്നാലും അങ്ങനെ തന്നെയാണ്. മേലൊക്കെ കയറി നല്ലോണം തട്ടിക്കൊട്ടും, അടിച്ച് വാരാൻ കൂടും, അങ്ങനെ എല്ലാത്തിനും ഒരു വന്നാൽ ഞങ്ങൾക്ക് വർത്താനം പറയാനല്ലേ. ഓരൊക്കെ അങ്ങനെ ഓരോരോ പണികളൊക്കെ എടുത്ത് തരും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സാമ്പാർക്കുള്ള അരച്ച് വരും ചെയ്യാം. അപ്പോൾ അത് കുക്കറൊക്കെ ഇട്ടതിൽ വെന്തിക്കണം കേട്ടോ. അതിന് ശേഷം അരപ്പ് തയ്യാറാക്കണം. നേരത്തെ നമ്മൾ എടുത്ത മിക്സിയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ
നാളികേരം ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതാക്കണ നമ്മൾ കുക്കറിലേക്ക് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരച്ചെടുത്തത് നമ്മളെ സാമ്പാറിലേക്ക് സാമ്പാർ ഒഴിച്ച് കൊടുത്തിട്ടോ. പിന്നെ ഉലുവ എന്ത് ചെയ്തിട്ടുണ്ട് വറുത്തുകാണ്ട് ഒന്നിങ്ങോട്ട് ഇതാക്കി എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉലുവയും അങ്ങനെ ചെയ്ത് എടുത്തിന് കേട്ടോ. അപ്പോൾ ഇതാക്കണ ഉലുവയാണ് ആ പാത്രത്തിലുള്ളത്, അത് ഇട്ട് കൊടുത്തിട്ടില്ല, അവിടെ റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇതാക്കണ അത് തൂമിച്ചെടുക്കാനില്ല ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് അവൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ളത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അവൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് കടുകാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ നല്ലോണം ചൂടായി വന്ന ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഫസ്റ്റായിട്ട് തന്നെ അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക്, പിന്നെ കറിവേപ്പിൻ്റെ ഇല, അതേപോലെ തന്നെ നേരത്തെ ചതച്ച് വെച്ച ആ ഒരു ഉലുവല്ലേ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സാമ്പാറും ചോറും തിന്നൂലേ, അപ്പോഴത്തെ ആ ഒരു സാമ്പാറിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടോ സാമ്പാർ. അപ്പോൾ ഇതാക്കണ് കറിവേപ്പിൻ്റെ ഇല ഇട്ടു, വറ്റൽമുളകും ഇട്ടു, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചതച്ച് വെച്ച അതും ഇട്ട് കൊടുത്തിട്ട് അതിക്ക് കുറച്ച് സാമ്പാർ പൊടി ആ ഒരു വെളിച്ചെണ്ണയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുക്കർ തീ വെച്ചപ്പോൾ തന്നെ ഫസ്റ്റ് ലേശം സാമ്പാർ പൊടി ഇട്ടീന്. ഇനി ഇതിലേക്ക് കുറച്ച് പിന്നെ കൂടെ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് നോക്കിയ ശേഷം കുറച്ചും കൂടെ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു. അത് ഞാൻ കണ്ടിരുന്നു കേട്ടോ. ഞാൻ അപ്പോൾ അടുക്കളയിൽ ഉണ്ടായിരുന്നു അവിടെ അടുത്ത്. നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഈ ചോറുന്നുമ്പോൾ ഈ ഒരു വറ്റൽമുളക് ഇങ്ങനെ കടിച്ച് തിന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചും കൂടെ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു സാമ്പാറും അവിയലും. പിന്നെ ഇറച്ചി മീനൊക്കെ മാറി നിൽക്കും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണ് എല്ലാതും റെഡി ആയിട്ടുണ്ട്. എല്ലാതെന്ന് പറഞ്ഞാൽ സാമ്പാറും അവിയലും. അപ്പോൾ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കമ്മി ഉണ്ടായിരുന്നു, കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി എടുക്കുക കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. ശരിയാണ്, നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഒറ്റ തിളച്ചിട്ട് ഒന്ന് ഓഫാക്കാമെന്ന് പറഞ്ഞ് ഒന്നുകൂടി ഫുള്ളിലിട്ട് കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാക്കണ് നമ്മളെ സാമ്പാർ നല്ല അടിപൊളിയായി വന്നിക്കണ്. പിന്നെ ഇതാക്കണ ഉണക്കൽ മീനാണ് പൊരിച്ചെടുത്തത്. ഇത് പൊരിച്ചതൊന്നും കാണിച്ചിട്ടില്ല. ഉണക്കൽ മീൻ മഞ്ഞൾപ്പൊടി പച്ചമുളകും കീറിയിട്ട് കാണ്ടാണ് അവൾ പൊരിച്ചെടുത്തിക്കണത്. നമ്മുടെ സാമ്പാറും ചോറൊക്കെ റെഡിയായി. അസ്സലാമു അലൈക്കും.